മുൻകോപം, എടുത്തുചാട്ടം, കൈക്കരുത്ത്, ഇത് മൂന്നും കൂടിയാൽ എന്തോ അതാണ് രാഘവൻ. നിലവിൽ പത്മനാഭന്റെ അടിമ. അബ്ദുള്ളയാണ് രാഘവന്റെ കൺകണ്ട ശത്രു. സംഭവം അരിശക്കാരനാണെങ്കിലും ആളിത്തിരി റൊമാൻറ്റിക്കാണ്. രാഘവ, ജെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ എന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് പൊളിക്കാൻ വന്നതാ. നിങ്ങൾ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കേൾക്കാതെ ഇതിനൊരു തീരുമാനം പറ. തീരുമാനം ഒന്നുമില്ല, ഇതിവിടെ നടക്കില്ല. ഇവിടെ ഇപ്പൊ ഒരു ബിവറേജ് വന്നോണ്ട് എന്താ പ്രയോജനം? അടിച്ച് പൂസാവുക, അതിനാദ്യത്തെ പ്രയോജനം അല്ലേ? എത്രയാന്ന് വെച്ചാൽ ബാറ്ററിയുടെയും പഴുതാരയുടെയും അട്ടയുടെയും വെള്ളം കുടിക്കുക. എടാ പുരുഷോത്തമോ, അതുപോലെ രാജ. ഓ, ഈ തർക്കത്തിനിടയിൽ ബീവറേജ് വന്നാൽ പോലും നിങ്ങൾ അറിയില്ല. ആദ്യമേ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇതിനെ അനുകൂലിക്കുന്നവർ കൈപൊക്കുക. ഞാൻ ഫസ്റ്റ്. രണ്ട് കൈയും പൊക്കടാ. എന്നാ നിങ്ങൾ പറ. അതേപോലെ വായ മൂടി വന്ന വഴിക്ക് പോവാൻ നോക്കടാ. അങ്ങനെ രാഘവൻ പല വഴിക്കും പോയിട്ടുണ്ട്. അതില് നിന്റെ വീട്ടിലേക്കുള്ള വഴിയുണ്ട്. അത് രാഘവനായിരുന്നില്ലേ? ഇസ്മയിലെ നീ രാഘവ ചെറ്റത്തരം പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? പണ്ടാരടങ്ങി കറക്ക നിൽക്കുന്നതുമില്ലല്ലോ ഇവിടെ. ഇത്രയും സ്റ്റെപ്പൊക്കെ മാഷൊക്കെ പണി വെച്ചിരിക്കുന്നു. മാഷേ, മാഷേ, അവിടെ ഇരിക്കാനില്ല. പണ്ടാരടങ്ങ അവിടെ കിടക്കും. മാഷേ, മാഷ അവിടെ പോയി കിടക്കുന്നു. പിന്നെ മാഷേ, ഓ വീണ്ടും പടി. ഇത് കോട്ടത്തറയുടെ സ്വന്തം കൃഷ്ണൻ മാഷ്. ഈ ഗ്രാമത്തിലെ സാധാരണക്കാരുടെ അവസാന വാക്ക്. ഈ നാടിനെ കുറിച്ച് മാഷിന് വലിയ സ്വപ്നങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. ഇപ്പൊ കറക്റ്റ് വെള്ളം വെള്ളയിട്ട്